ഹായ് ഹലോ മുഞ്ചത്തീസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമൊക്കെയാണോ? എല്ലാവരും എന്നാ എടുക്കുന്നു? എല്ലാവരുടെയും നോമ്പൊക്കെ എവിടം വരെയായി? പെരുന്നാളൊക്കെ എവിടം വരെയായി? ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? അപ്പോളേ എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ, എല്ലാവർക്കും. അപ്പം ഞാൻ ഈ മൊഞ്ചത്തീസ് എന്ന് വിളിക്കുന്നത് ചിലവർക്കൊരു പരാതിയുണ്ട്. കമൻസ് വന്നു, ഞങ്ങൾ ഫീമെയിൽസിനെയാണ് മൊഞ്ചത്തീസ് എന്ന് വിളിക്കുന്നത്, അപ്പം മെയിൽസ് എന്തോ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കായിട്ട് ഒരു ഹായ് ഹലോ ഞാൻ കൊടുത്തിട്ട് മൊഞ്ചത്തീസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ എന്ത് വിളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻ നോക്കിയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ നോമ്പ് കാലമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമോജി ആയാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടുമല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഇട്ടാലും മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് മേടിക്കാനപ്പോൾ അതിൻ്റെ കൂടെ ന്യൂട്ടെല്ലയും പിന്നെ പായസക്കൂട്ട് മേടിക്കാനും മെയിനായിട്ട് ഞാൻ വിട്ടത്. അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുരം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മുട്ടായി, സാധാ മുട്ടായി ഇഷ്ടമല്ല കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് അതൊക്കെ ഇഷ്ടമാണ്, വൈറ്റ് ചോക്ലേറ്റ്. പക്ഷേ സാധാ മുട്ടായി ഒന്നും ഇഷ്ടമല്ല. കുഞ്ഞു കുഞ്ഞു മുട്ടായി ഉണ്ടല്ലോ, ഈ വലിയ ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ മധുരം, ലഡു, ജിലേബി, അലുവ, പായസം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ചില സമയത്തൊക്കെ ചോറും ബിരിയാണിയൊക്കെ തിന്ന് കഴിയുമ്പോൾ എനിക്ക് മധുരം തിന്നണത് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? പിന്നെ അതോടൊപ്പം നമുക്കിത് കട്ട്ലേറ്റിൻ്റെ തലേന്നുണ്ടാക്കിയ കുറച്ച് മസാലാസ്, നമ്മുടെ കിഴങ്ങൊക്കെ ഉടച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെച്ചു, 2 ദിവസമൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കിയാലോ? ഇതേ കണ്ടോ, ഇവിടെ എല്ലാവരും കൂടാണ് പാചകം. ഇതേ കണ്ടില്ലേ? എല്ലാവരും കൂടാണ് പാചകം. എല്ലാവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പായസം, പാലൊക്കെ തിളച്ചു, പായസമൊക്കെ ഇട്ടു. പിന്നെ കമൻസ് ഞാൻ കുറേയൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻസൊക്കെ ഇടുക. കമൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വീഡിയോസ് പിന്നെ ഇവരെ എടുക്കാനൊരു ത്രില്ലിങ് ആണ് കേട്ടോ. പിന്നെ കമൻസിൽ നല്ലതാണ്, പാവം കൊച്ചാണ് എന്നൊക്കെ കുറേ കമൻസ് വന്നു. സുന്ദരിയാണ്, താങ്ക് യു, ഇയാളെ കാണാൻ സുന്ദരിയാട്ടോ. എൻ്റെ പേര് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പം എൻ്റെ പേരെന്ന് പറയുന്നത് സനാമൈ കിഡൂസ് എന്ന് പറയുമ്പോൾ എൻ്റെ 3 മക്കൾ കിഡ് ആണല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ. അപ്പം അത് ഉദ്ദേശിച്ചാണ് ഞാൻ സനാമൈ കിഡൂസ് എന്ന് ആദ്യം ഇട്ടത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ പേരിൽ. പിന്നെ എൻ്റെ 3 മക്കളുണ്ട്. ആദ്യത്തെ മോളുടെ പേര് ഫൈസ, രണ്ടാമത്തെ മുബിഷറ, മൂന്നാമത്തെ ഹൈറ കേട്ടോ. അപ്പോൾ എൻ്റെ പേര് സന കുറേ ഇവർ ചോദിച്ചു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും കമൻസിനൊക്കെ വളരെയധികം താങ്ക്സ് ഉണ്ട്. കുറേ പേര് കമൻസ് ഇടുന്നു. അപ്പോൾ എന്നും കമൻസ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയിലെ നമുക്ക് തണ്ണിമത്തിങ്ങ ഉണ്ട്, ചുമന്ന പരത്തിന് വേറെന്തോ പേരുണ്ട്, അത് ഞാൻ മറന്നു. കദളിപ്പരം എന്നാണോ എനിക്കറിയില്ല കേട്ടോ. പായസമുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്. പിന്നെ ഞാൻ ഏത്തയ്ക്ക ചുമ്മാ റോസ്റ്റ് ചെയ്ത്, നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടം. മക്കൾക്കും ഇതാ ഇഷ്ടം, ഏത്തയ്ക്കാപ്പത്തേക്കാളും. പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പഴമുണ്ട്, ഓറഞ്ച്. ഞാൻ ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാലേ പൊളിച്ച് പന്നലാക്കി കളയണ്ടല്ലോ, ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച തൊലി കളഞ്ഞ് വെക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് നോമ്പ് തുറക്കും കേട്ടോ. ഈ നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ മക്കളെല്ലാം കൂടെ ഭയങ്കര അലപ്പ, അത് വേണം ഇത് വേണം. കണ്ടില്ലേ ടേബിളിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നത്. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് രാത്രി കഴിക്കാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മുടെ നമസ്കാരം എല്ലാം കഴിഞ്ഞു. അടുത്ത വ്ലോഗായിട്ട് വരുന്നിടം വരെ ബൈ, ടാറ്റ, ഓക്കെ, സി യു, ബൈ.